لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما لا خير في كثير من نجواهم അവരുടെ രഹസ്യാലോചനകളിൽ അധികത്തിലും യാതൊരു നന്മയുമില്ല. ഇല്ലാമൻ എന്നാൽ ഒരു കൂട്ടരുടെ ആലോചനകളിൽ വലിയ നന്മയുണ്ട്. അമറ ബി സദഖ അവർ ദാനധർമ്മം കൊണ്ട് കൽപ്പിച്ചു. ഔ മഅറൂഫ് അല്ലെങ്കിൽ നന്മകൾ കൊണ്ട് കൽപ്പിച്ചു. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ യോജിപ്പ് കൊണ്ട് കൽപ്പിച്ചു. ومن يفعل ذلك ابتغاء مرضات الله ആരെങ്കിലും പടച്ചവന്റെ തൃപ്തിയെ ആഗ്രഹിച്ചുകൊണ്ട് ഇത് പ്രവർത്തിച്ചാൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ അവന് നാം വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്. മദീന മുനവ്വറയിൽ ഒരു മുസ്ലിം നാമധാരിയുടെയും ഒരു യഹൂദിയുടെയും ഇടയിൽ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തെ ഇരു വിഭാഗങ്ങളിൽ പെട്ടവർ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നു. ഈ സന്ദർഭത്തിൽ തെറ്റുകാരനായ മുസ്ലിം നാമധാരിയെ, പ്രത്യേകിച്ചും അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പരിശ്രമിച്ചവരെ ശക്തമായി ശകാരിച്ചുകൊണ്ടാണ് ഈ ആയത്തുകൾ അവതരിച്ചത്. ഈ ആയത്തുകളുടെ കൂട്ടത്തിൽ അന്നും ഇന്നും എന്നും വളരെ പ്രസക്തമായ ഒരു വചനമാണ് ഇപ്പോൾ ഓതപ്പെട്ടത്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ ഏറ്റുപിടിക്കാൻ ആളുകൾ മുന്നോട്ട് വരാറുണ്ട്. അങ്ങനെ ചെറിയ പ്രശ്നത്തെ വലുതാക്കുകയും വലിയ ആക്രമങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഒരാൾ തെറ്റിലും മറ്റൊരാൾ ശരീരമായിരിക്കും. പക്ഷേ പ്രശ്നം രൂക്ഷമാകുമ്പോൾ രണ്ട് വിഭാഗവും തെറ്റിൽ അകപ്പെടുന്ന നിലയിൽ അക്രമങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. പടച്ചവൻ അതിന്റെ തുടക്കത്തെക്കുറിച്ചും നാം സ്വീകരിക്കേണ്ട സമീപനത്തിനെ സംബന്ധിച്ചും ഈ ആയത്തിലൂടെ പറയുകയാണ്. لا خير في كثير من نجواهم അനാവശ്യമായ മാത്രമല്ല അപകടങ്ങൾ നിറഞ്ഞ കാര്യങ്ങളെ ആലോചിക്കുന്നതിന് പകരം നിങ്ങൾ പടച്ചവന്റെ പൊരുത്തത്തെ കരുതി നല്ല കാര്യങ്ങൾ ആലോചിക്കുന്നവരാകുന്നു. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ രണ്ടുപേര് അല്ലെങ്കിൽ കുടുംബക്കാർ കൂടിയിരുന്ന് കൂട്ടുകാർ കൂടിയിരുന്ന് സംസാരിക്കുന്നു, ഫോണിലൂടെ ചില കാര്യങ്ങൾ പറയുന്നു, വാട്സപ്പിലൂടെ കൈമാറുന്നു. ഇതിന് എന്ത് ശക്തി? ശരിയാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിന് ശക്തിയില്ലെങ്കിലും അതിന്റെ പരിണിത ഫലമായി ഉണ്ടാകുന്ന
ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ജനങ്ങൾ തെറ്റ് പ്രവർത്തിച്ച് എന്നിട്ട് മാന്യന്മാരായി വാഴുന്നതിനു വേണ്ടി വലിയ ആലോചനകളെല്ലാം നടത്തുന്നു. അതുപോലെ ചിലർ അർഹതയില്ലാതിരുന്നിട്ടും തെറ്റുകാരായിരുന്നിട്ടും പ്രവാചകനെ പോലെയുള്ള ആളുകളുടെ സമീപത്തെത്തി വലിയ അടുപ്പം പ്രകടിപ്പിക്കുകയും അതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. അതെ, ജനങ്ങളുടെ രഹസ്യാലോചനകളിൽ അധികത്തിനും യാതൊരു നന്മയുമില്ല. ചിലതാകട്ടെ വെറും പരാതികൾ, ചിലതാകട്ടെ വെറും പരദൂഷണങ്ങൾ, മറ്റു ചിലതാകട്ടെ മഹാ അപരാധങ്ങൾ. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹ്. അതുകൊണ്ട് തെറ്റായ ലക്ഷ്യത്തിനും മാർഗത്തിനുമുള്ള രഹസ്യ സംസാരങ്ങളിലും കൂടിയാലോചനകളിലും ഒരു നന്മയുമില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അതിൽ ചെറുതും വലുതുമായ ധാരാളം തിന്മകളുണ്ട്, ധാരാളം കുഴപ്പങ്ങളുണ്ട്. നിങ്ങളുടെ സമയം അങ്ങനെയുള്ള പാഴ് കാര്യങ്ങളിലും പാപങ്ങളിലും നശിപ്പിക്കേണ്ട കാര്യമല്ല. നിങ്ങളുടെ ആരോഗ്യം അതിലായിട്ട് ചെലവഴിക്കേണ്ടതല്ല. നിങ്ങൾ ജീവിതത്തിലൂടെ പാപങ്ങൾ സമ്പാദിക്കേണ്ടവരല്ല. പിന്നെന്ത് സമ്പാദിക്കണം? 3 കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം കൂടിയാലോചിക്കും. നിങ്ങൾക്കിടയിൽ, നിങ്ങളും അമുസ്ലിംകളും തമ്മിൽ കൂടിയാലോചിക്കും. ഇല്ലാ മൻ അമറ ബിസദഖ. ദാനധർമ്മം കൊണ്ട് ആരെങ്കിലും കൽപ്പിക്കുന്നു, രഹസ്യമായി സംസാരിക്കുന്നു, നിങ്ങൾ ഇന്ന സഹോദരനെ സഹായിച്ചാൽ കൊള്ളാം, ഇന്ന പ്രവർത്തനത്തെ സേവിച്ചാൽ നന്നായിരിക്കും, ഔ മഅറൂഫ്. അല്ലെങ്കിൽ ആരെങ്കിലുമായി രഹസ്യമായ നിലയിൽ അദ്ദേഹത്തോട് നന്മ കൊണ്ട് കൽപ്പിച്ചു. പടച്ചവരിൽ വിശ്വസിക്കുക, പ്രവാചകനെ അംഗീകരിക്കുക, പരിശുദ്ധ ഖുർആൻ പഠിക്കുക, നമസ്കാരാദി ആരാധനകൾ നന്നാക്കുക, ദാനധർമ്മങ്ങൾ ചെയ്ത് ജനങ്ങളുമായി ബന്ധം ശരിയാക്കുക, ഔ ഇസ്ലാഹിം ബൈനന്നാസ്. അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ യോജിപ്പ് കൊണ്ട് ആരെങ്കിലും രഹസ്യമായി കൽപ്പിക്കുന്നു. ഒരാളെ കണ്ട് നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കി മുമ്പോട്ട് നീങ്ങേണ്ടവരല്ല. നമുക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും. പ്രശ്നമുണ്ടാകുക എന്നത് ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. അത് പരിഹരിക്കാതിരിക്കൽ, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ വലുതാക്കാൻ പരിശ്രമിക്കൽ, ഇതാണ് കഠിനമായ കുറ്റം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും അവരുടെ പിന്നിൽ അണിനിരന്നവരും ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണത്. രഹസ്യമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരം മഹാപാപം. പിന്നെ അതിനെ പരസ്യമായിട്ട് പ്രസംഗിക്കൽ, വാർത്താമാധ്യമങ്ങൾ വഴി അതിനെ പ്രചരിപ്പിക്കൽ, സോഷ്യൽ മീഡിയ വഴി പ്രശ്നങ്ങളെ രൂക്ഷമാക്കൽ, അവസാനം വലിയ ആക്രമണങ്ങളിലേക്ക് നീങ്ങൽ, ഇതെല്ലാം മഹാപാപങ്ങളാണ്. അല്ലയോ നേതാവേ, പ്രിയപ്പെട്ട അനുയായി,
നിങ്ങളുടെ മതപരമായ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒരിക്കലും ജനങ്ങളെ തല്ലിക്കാൻ വേണ്ടിയാകരുത്, മറിച്ച് യോജിപ്പിലാക്കി. ഔ ഇസ്ലാഹിം ബൈനന്നാസ്, ഓർക്കണം, മുസ്ലിംകളുടെയും യഹൂദികളുടെയും ഇടയിൽ യോജിപ്പിന് വേണ്ടിയുള്ള പരിശ്രമം, അതിനെയാണ് ഇവിടെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ മുസ്ലിം സമുദായം പരസ്പരം യോജിക്കൽ, കുടുംബങ്ങൾ പരസ്പരം യോജിക്കൽ, വൈവാഹിക ബന്ധം പരസ്പരം നന്നായിത്തീരൽ. ഔ ഇസ്ലാഹിം ബൈനന്നാസ്, ജനങ്ങൾക്കിടെ യോജിപ്പിന് വേണ്ടി പരിശ്രമിക്കൽ. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആലോചനകളും വളരെ മഹത്തരമാണ്, വലിയ നന്മയാണ്. എന്നല്ല, ഇതിനു വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ പോലും, പ്രതീക്ഷകളും പ്രത്യാശകളും പ്രാർത്ഥനകളും മഹത്തരമാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലോകത്തെവിടെയെങ്കിലും വല്ല തിന്മകളും നടക്കുന്നു, ആരെങ്കിലും അത് കണ്ട് സന്തോഷിച്ചാൽ അങ്ങനെ തന്നെ നടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, എന്ന് വിചാരിച്ചാൽ അവൻ ആ തിന്മയിൽ പങ്കെടുത്തവരെ പോലെയാണ്. തിരിച്ചും പറഞ്ഞു, എവിടെയെങ്കിലും നന്മ നടക്കുന്നു, ആരെങ്കിലും ആ നന്മയെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ കാനക മൻ ഹദറഹ, അവൻ ആ നന്മയിൽ പങ്കെടുത്തവനെ പോലെയാണ്. അതാണ് പടച്ചവൻ അടുത്തതായിട്ട് പറയുന്നത്. ومن يفعل ذلك ابتغاء مرضات الله, പടച്ചവന്റെ പൊരുത്തത്തെ കരുതി ആരെങ്കിലും ദാനധർമ്മങ്ങൾക്കോ നന്മകൾക്കോ യോജിപ്പിനോ വേണ്ടി പരിശ്രമിച്ചാൽ, രഹസ്യം പറഞ്ഞാൽ, فسوف نؤتيه أجرا عظيما, അവന് നാം വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്, വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, യോജിപ്പ് ഉണ്ടാക്കലല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, ആലോചിക്കുന്നു, ആഗ്രഹിക്കുന്നു, കണ്ണീർ വാർക്കുന്നു, മനസ്സു തുടിക്കുന്നു. അതിന് പടച്ചവൻ ഉന്നത പ്രതിഫലം നൽകും. പടച്ചവൻ പറയുന്നു അതിമഹത്തരമായ പ്രതിഫലം നൽകുന്നതാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഈ ചെയ്യുന്നത് പടച്ചവന്റെ പൊരുത്തത്തെ കരുതിയാകണം, പടച്ചവന്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ടാകണം, ഇതിന് പ്രതിഫലം ലഭിക്കണമെന്ന് കൊതിച്ചുകൊണ്ടാകണം. ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما, അവന് നാം വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്, വലിയ മഹത്വം അവന് ലഭിക്കുന്നതാണ്. എന്താണ് ഈ ആലോചനയുടെ ഫലമായി? എന്തെല്ലാം നന്മകൾ നടക്കുമോ അതിലെല്ലാം ഇവനും തത്തുല്യമായ പ്രതിഫലം ലഭിക്കും. ഇനി നന്മയൊന്നും നടന്നില്ലെങ്കിലും ഈ ആലോചനയ്ക്കും ഈ ആഗ്രഹത്തിനും പരിശ്രമത്തിനും പടച്ചവൻ ഉന്നത പ്രതിഫലം നൽകുന്നതാണ്. കാലഘട്ടത്തിന്റെ ആവശ്യം, നമ്മുടെ നാടിന്റെ ആവശ്യം, വീടിന്റെ സ്ഥാപനത്തിന്റെ ആവശ്യം പടച്ചവൻ നമുക്ക് നിർവഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.